ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ CBR പ്രകാരം റിവിഷൻ ടെസ്റ്റ് 1 ആണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ കോഴ്സ് ഔട്ട്കംത്തിൻ്റെ പാർട്ട് എയിൽ 1 മാർക്കാണ്. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ഇൻ 1 വേർഡ് 1 സെൻറ്റൻസ് ഇൻ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരിയിങ് 1 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനി വൺ മെത്തേഡ് ഓഫ് എ സോൾവിങ് പാരലൽ സർക്യൂട്ട്. പാരലൽ സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെക്റ്റർ മെത്തേഡാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ഇൻ എ പാരലൽ സർക്യൂട്ട് അറ്റ് റെസണന്റ് കണ്ടീഷൻ ഈസ് യൂണിറ്റി ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ എനി വൺ മെത്തേഡ് ഓഫ് എ സോൾവിങ് പാരലൽ സർക്യൂട്ട് ഈസ് വെക്റ്റർ മെത്തേഡ്. Power factor in a parallel circuit at resonance condition is unity. Q factor of a RC parallel circuit is magnification of current ആണ് IC by I അല്ലെങ്കിൽ XC by R ആണ്. What is a resonance? Define resonance. RLC പാരലൽ സർക്യൂട്ട് പല കോമ്പിനേഷൻസ് ഉണ്ട്. ആറും എല്ലും കൂടെ സീരീസും സി പാരലൽ ആവുന്ന സർക്യൂട്ടാണ്. റെസണൻസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് എ ലൈൻ കറണ്ട് ബിക്കം 0. ദ ഫ്രീക്വൻസി അറ്റ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റെസണൻസ് ഫ്രീക്വൻസി. ആ കണ്ടീഷനിൽ റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് ദ ലൈൻ കറണ്ട് ബിക്കം 0. ദ ഫ്രീക്വൻസി അറ്റ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റെസണൻസ് ഫ്രീക്വൻസി. 1/2πr റൂട്ട് 1/LC മൈനസ് R² ആണ് ആറിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ. ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ഓഫ് കറണ്ട് ഇൻ RLC പാരലൽ സർക്യൂട്ടാണ്. IC by I ആണ്, XC by R ആണ്. അടുത്തത് ഡിസ്ക്രൈബ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റിയാക്ടൻസ് ആണ്. പിന്നെ രണ്ടിൻ്റെയും യൂണിറ്റ് മെഷർ നൗ കോമൺലി യൂസ് ഫോർ കണ്ടക്റ്റൻസ് ആൻഡ് സസെപ്റ്റൻസ് ഈസ് സിമെൻസ്. എസ് ആണ് അല്ലെങ്കിൽ മോ ആണ്. മോ എന്ന് പറഞ്ഞാൽ ഓം തിരിച്ചിട്ട മാതിരിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.